ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടോക്സ് ആൻഡ് വോക്സ് ബൈ രേവതി. സോ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എനിക്കും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഓക്കെയാണ്. ഒരു ആക്സിഡൻ്റൊക്കെ നടന്നായിരുന്നു, അപ്പോൾ അതിൻ്റെ സ്റ്റിച്ച് മാർക്കൊക്കെ അവിടെ ഉണ്ട്. നീരും കാര്യങ്ങളൊക്കെ കുറഞ്ഞു. പിന്നെ ഇടി കിട്ടിയതിൻ്റെയൊക്കെ തഴമ്പ്, കല്ലിപ്പുകൾ, നീര് എല്ലാം കയ്യിലും കാലിലും ഒക്കെ ഉണ്ട്. അതൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. റിക്കവറായിട്ട് ഉണ്ട്, കുഴപ്പമില്ല. സോ ഞാനിപ്പോൾ ഉള്ളത് കഴക്കൂട്ടത്താണ്. അനിയത്തിയെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. പിന്നെന്താ, ഇന്നത്തെ വീഡിയോയുടെ ഉള്ളടക്കം എന്താണെന്ന് ചോദിച്ചാൽ എ ഡേ ഇൻ മൈ ലൈഫ്. അത് തന്നെയാണ്. വേറെ കണ്ടൻറ്റൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് ഇന്ന് വെറുപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. സോ രാവിലെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ചു, ഒരു ബോഡി ബാത്തൊക്കെ എടുത്തു, ഡ്രസ്സൊക്കെ മാറി റെഡിയായിട്ട് നിൽക്കുകയാണ്. സോ ഇന്നത്തെ യാത്രകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വരൂ, എന്നോടൊപ്പം ആടിപ്പാടു, ഉല്ലസിക്കൂ. ഫസ്റ്റ് യാത്ര വന്നെത്തിയിരിക്കുന്നത് ഇവിടെ DDRCയിലാണ്, ഇൻഫോസിസിൻ്റെ അടുത്തുള്ള. ബ്ലഡ് ചെക്ക് ചെയ്യാൻ വന്നതാണ്. തൈറോയിഡ് ഇഷ്യൂസ് ഉണ്ട്, കാരണം ബ്ലീഡിംഗ് ഒന്നും പ്രോപ്പറല്ല, അതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല. ഒന്നും നോക്കിയില്ല. തൈറോയിഡ്, ഷുഗർ, കൊളസ്ട്രോൾ ഇതെല്ലാം ചെക്ക് ചെയ്യുവാണ്, കാരണം പ്രായം കൂടി വരുവാണല്ലോ. നമുക്ക് ചെക്ക് ചെയ്തിട്ട് വരാം. അങ്ങനെ ബ്ലഡിൻ്റെ ചെക്കപ്പൊക്കെ കഴിഞ്ഞു. ഇവിടെ നിന്ന് ഇനി അടുത്ത് പുറപ്പെടുകയാണ്. അടുത്ത സ്കിന്നിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത്. അതും കഴക്കൂട്ടം തന്നെയാണ്. അങ്ങോട്ട് പോവുകയാണ് ഗൈസ്. കാരണം അവിടെ നിന്ന് തന്നുകൊണ്ടിരുന്ന മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെയാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പം അത് തീരുവടി ആയിട്ടുണ്ട്. അപ്പോൾ പോയെന്ന് കൺസൾട്ട് ചെയ്തിട്ട് ഈ മാർക്ക് പോകാനുള്ള മരുന്ന് എന്തെങ്കിലും കൂടെ തപ്പിയെടുത്തോണ്ട് വരട്ടെ. ഞാൻ പറഞ്ഞ DDRC ഇൻഫോസിസിൻ്റെ അടുത്താണ്, സംസമിൻ്റെയൊക്കെ അടുത്തായിട്ട്. DDRCന്ന് ഇറങ്ങിയിട്ട് ഇപ്പുറത്ത് കഴക്കൂട്ടത്തെ സ്കൂളിൻ്റെയൊക്കെ അടുത്തായിട്ട് ഒരു ക്ലിനിക്കുണ്ട്, ഡോക്ടർ വിവേകിൻ്റെ. അവിടെയാണ് ഞാൻ കഴിഞ്ഞൊരു 3 വർഷമായിട്ട് പിന്നെ കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് തരുന്ന പ്രോഡക്റ്റ്സൊക്കെ എനിക്ക് നല്ലതായിരുന്നു. എൻ്റെ സ്കിന്നിന് വന്ന ഇൻഫെക്ഷനൊക്കെ പെട്ടെന്ന് മാറിയിട്ട് ഞാൻ ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസ് മുന്നേ ഇട്ടിട്ടുണ്ട്. സോ ഇപ്പം അവിടത്തേക്ക് പോവുകയാണ്. 2:30ക്കാണ് അപ്പോയിൻമെൻറ്റ് എടുത്തേക്കുന്നത്. ഇപ്പോൾ സമയം 2 മണി ആയതേ ഉള്ളൂ. എന്നാലും ചെന്ന് നോക്കാൻ ആരും ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് കയറാമല്ലോ. അതൊക്കെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഒതുക്കിയാൽ ഷടപടിയെന്ന് കാര്യങ്ങൾ നടക്കുമല്ലോ. സോ ഇതാണ് ഡോക്ടർ വിവേകിൻ്റെ ക്ലിനിക്ക്. അകത്തെ സെറ്റപ്പൊക്കെ പണ്ട് നല്ലതായിരുന്നു. ഇപ്പോൾ എന്തോ ഒരുമാതിരി ബോറടിച്ചവിടെ ഇരിക്കുന്നു. ഇവിടെ കുറേ ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, ചെറിയ കുറച്ച് മാസ്റ്റർ പീസുകളൊക്കെ. അതൊക്കെ എല്ലാം എടുത്ത് മാറ്റിയിട്ടു. ഈ ലുലു മോളിലൊക്കെ കയറി പർച്ചേസ് കഴിഞ്ഞ് ഇറങ്ങിയ ഒരു ഫീല്. ഒരു ലോഡ് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ക്ലെൻസർ, ലിപ് ബാം, പിന്നെ എന്തോ ഒരു സോപ്പ്. കുറച്ച് ബോഡിക്ക് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ, ആഗ്നെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ. അങ്ങനെ അതിനെല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തു, പ്രോഡക്റ്റ്സൊക്കെ വാങ്ങിച്ചു. ഇനി നമുക്ക് അടുത്തതുണ്ടാകാൻ പോവാം. ഇതാണ് ലൊക്കേഷൻ. നമുക്ക് അറിയാവുന്ന സ്ഥലം കഴക്കൂട്ടത്തുള്ളവർക്ക് സുപരിചിതമായിരിക്കും. ഒരു സ്കൂളിൻ്റെയൊക്കെ അടുത്ത് അതിൻ്റെ കൂടെ ഒരു സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ് എന്താണ്ട് ഉണ്ട് കേട്ടോ. ഷാ മാർജിൻ ഫ്രീ സൂപ്പർ മാർക്കറ്റ്. സോ ഇതാണ് ആ ഒരു സ്കിന്ന്. ഇവിടെ നിന്ന് സ്റ്റെപ്പ് കയറി മേലോട്ട് പോയിട്ട് ലെഫ്റ്റ് എടുത്താൽ അവിടെ അവരുടെ ഓഫീസാണ്. ഓക്കെ, അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വരും. സ്കിൻ ക്ലിനിക്കിലെ തണ്ടലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വണ്ടിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. AC ഓണാണ്, പക്ഷെ കാറ്റ് വരുന്നില്ല. അതിൻ്റെ അസുഖം ഒന്ന് തീർക്കാൻ വേണ്ടി വണ്ടിയുടെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. എവിടെയാടാ പോകുന്നത്? ഖവ്ഡിയാറാണ് ഞങ്ങൾ പോകുന്നത്. ഖവ്ഡിയാറിലേക്കുള്ള ഞങ്ങളുടെ ട്രാവൽ ആരംഭിച്ചിരിക്കുകയാണ്. എൻ്റെ കൂടെ ഉള്ളത് ഇദ്ദേഹമാണ്. ഇദ്ദേഹം മുമ്പ് എൻ്റെ 1-2 വീഡിയോകളിൽ ഉണ്ടായിരുന്നു. ഇതെൻ്റെ സുഹൃത്ത് ധീരജ് മാധവ്. ധീരജ് മാധവ് അല്ല, അച്ഛനെ മാറ്റി പറയുന്നുണ്ട്, തിണ്ടി. ഇത് അച്ഛൻ്റെ പേരെന്താടാ? പറയൂ. പബ്ലിഷ് ചെയ്യാൻ നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, നമ്മൾ അടുത്ത് അതിന് വേണ്ടിയിട്ടൊരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു പ്രസ് മീറ്റ് അറേഞ്ച് ചെയ്യുന്നതാണ് അച്ഛന്റെ പേര് വെളിപ്പെടുത്താൻ. ഓക്കെ, പീസ് ഔട്ട്. അപ്പൊ ഞങ്ങളുടെ ജേണി ഞങ്ങൾ തുടരുകയാണ്. ചൗടിയാർ എത്തിയിട്ട് വാവ്, ഷീ ഈസ് ലുക്കിംഗ് സോ നൈസ്. ശരിക്കും അങ്ങ് പൊക്കളഞ്ഞു. അപ്പൊ അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളായിട്ട് വരുന്നതായിരിക്കും. വെയിറ്റ് ചെയ്യൂ, പോവരുത് കേട്ടോ. മൊത്തം കണ്ടിട്ട് പോയാൽ മതി വീഡിയോ. സർവീസിന് കൊടുത്തിട്ട് ഇവിടെ റിസപ്ഷനിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബോറടിച്ചപ്പം ഇവിടെ ഇരിക്കുന്ന ക്യാരം ബോർഡിൽ ഞാൻ അവനും കൂടെ തോണ്ടി കളിക്കുന്നു. എനിക്കിതിൻ്റെ ABCD അറിയത്തില്ല. ഞാൻ തട്ടിയിട്ടാണെങ്കിൽ അസുവിനെ അങ്ങോട്ട് നീങ്ങുന്നുമില്ല. ഇത് ഇപ്പം തട്ടി കാണിച്ചു തരാം. അതും എങ്ങനെ അങ്ങോട്ട് വെക്കണം, അത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. എങ്ങോട്ടാണെന്നൊന്നും അറിയത്തില്ല. നമ്മൾ ചെന്നാത്തിനാന്ന് അടിക്കുക. കണ്ടോ, ഞാൻ അവനെ ഉപകാരം ചെയ്തു കൊടുക്കുന്നു. കൊട പട്ടി. കവടിയാറുള്ള ഫോർഡിൻ്റെ
ഷോറൂമിലാണ് കേട്ടോ ഞങ്ങൾ വന്നത്. അന്ന് വണ്ടി കൊടുത്തു. വണ്ടിക്ക് എന്തോ മേജർ സർജറി വേണമെന്നാണ് അത് നോക്കിയ പുള്ളിക്കാരൻ പറഞ്ഞത്. വണ്ടിക്ക് എന്തോ കാര്യമായിട്ടുള്ള കുഴപ്പമുണ്ട്, എന്തോ ഫ്യൂസൊക്കെ പോയി കിടക്കുക, എലി എങ്ങാണ്ടോ കയറി കറണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷേ പുള്ളിക്കാരൻ പറയുന്നത് അങ്ങനെ എലിയൊന്നും കയറാനുള്ള ചാൻസസ് ഇല്ലയെന്നാണ്. അപ്പോൾ എന്തോ പറ്റിയിട്ടുണ്ട്, ഫ്യൂസൊക്കെ അടിച്ചു പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ചെറിയ ഒരു ജനറൽ ചെക്കപ്പിൽ പുള്ളിക്കാരൻ റെഡിയാവുന്ന ലക്ഷണം കാണുന്നില്ല. സോ 2 ദിവസം അഡ്മിറ്റ് ആക്കാൻ വേണ്ടി കണക്കാക്കിന് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോയിൻമെൻറ്റ് തിങ്കളാഴ്ചത്തേക്കിനാണ് കൊടുത്തിരിക്കുന്നത്. സോ തിങ്കളാഴ്ച വീണ്ടും വണ്ടിക്കൂട്ടിനെ നമ്മളോട് കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഇപ്പം ഞങ്ങൾ ഇവിടെ നിന്നും അടുത്ത യാത്ര ആരംഭിക്കുകയാണ്. ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് ഒരെത്തും പിടിയില്ല. പോകുന്ന വഴിക്ക് വേണം പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം സമയം 4:45 കഴിഞ്ഞതേ ഉള്ളൂ. സോ വരൂ, നമുക്ക് യാത്ര തുടരാം. ഞാൻ നോമ്പിലാണെന്ന് അറിഞ്ഞിട്ട് എൻ്റെ നോമ്പ് മുറിപ്പിക്കാൻ വേണ്ടി എന്നെ പല പ്രലോഭനങ്ങളിലും വീഴ്ത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വേട്ടാവളിയൻ, ഈ തെണ്ടി, ഈ ചെറ്റ. അങ്ങനെ നോമ്പ് മുറിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പപ്സ് വാങ്ങിച്ചു തരാമെന്നും പറഞ്ഞ് ഇവിടെ ഏതോ ഒരു കടയിൽ കൊണ്ടുവന്ന് കയറ്റി കേട്ടോ. പട്ടത്തങ്ങണ്ടാണ്. കട കൊള്ളാൻ എനിക്കിഷ്ടപ്പെട്ട്. കയറി വന്നപ്പോൾ ഒരു കോഫി, ഫുള്ളൊരു കോഫിയുടെ സ്മെല്ല് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പൊന്നെ പുഡിങ്സ്, കേക്ക്സ്, എന്തൊക്കെയൊക്കെയോ ഇരിക്കുന്നു. ബ്രൗണി. ഇതെന്തുകൂടെ മാർബിൾ പോലെയൊക്കെ വെച്ചേക്കുന്നത്? അതല്ല താഴത്തെ. കൊള്ളാം കേട്ടോ. ചെറിയൊരു സിറ്റിംഗ് ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് വെളിയിൽ നിന്ന് അകത്തോട്ടുള്ള വ്യൂ. ഇവിടെ നിന്ന് ഞങ്ങൾ ഒരു പപ്സ് വാങ്ങിച്ചു. പിന്നെ ഒന്നല്ലേ 2 പപ്സ്, 2 മുട്ട പപ്സ് വാങ്ങിച്ചു. സോറി ഗൈസ്, വീണ്ടും തെറ്റിയിരിക്കുന്നു. 2 ചിക്കൻ പപ്സ് വാങ്ങിച്ചു. ഒരു 2 ചെറിയ പീസ് വരുന്ന ബ്രൗണി വാങ്ങിച്ചു. പിന്നെ ഒരു വാനില അല്ല ചീസ് കേക്കും, ഏതോ ഒരു കേക്കും, പിന്നെ എനിക്കൊരു ചെറിയ കപ്പ് കേക്ക് കോഫിയുടെ ഒരു ഇതും വാങ്ങിച്ചു. അത്രയും വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. എൻ്റെ വാങ്ങിച്ച സാധനങ്ങളൊക്കെ കയ്യിലുണ്ട്. അതിനകത്ത് ആ സ്മെല്ല് എനിക്ക് ശരിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല സ്മെല്ലായിരുന്നു, അടിപൊളിയായിരുന്നു. ഇനി ഇവിടുന്ന് അടുത്ത തെണ്ടൽ പോവുകയാണ് ഞങ്ങൾ. ടാറ്റാ. ഹായ്, ഇത് എൻ്റെ തുറക്കടാ. ഓക്കെ. ഇതാണ് ആ കടയുടെ പേര്, സ്ക്വയർ 1. ഇതെന്തായിരുന്നു സാധനം? വാട്ട് ഈസ് ദിസ്? കാരമൽ കേക്ക്. ഇത് കാരമൽ കേക്ക്. അത് എന്റെ കോഫി ഐസ് കേക്ക്. അങ്ങനെ ലാറ്റ് അല്ലടാ കോപ്പ, ഇത് കപ്പ് കേക്ക് ആണ്. ഇവനെ ഉണ്ടല്ലോ, അവനെ വലിച്ചെറിയാൻ ഒട്ടിക്കും ആ തെണ്ടി. അങ്ങനെ എടാ ലാറ്റ് അല്ലടാ കോഫി, കപ്പ് കേക്ക്. അവര് കേൾക്കുമ്പോ ഇങ്ങനത്തെ വെറൈറ്റി പേര് പറഞ്ഞാലേ കഴിക്ക് മക്കള് കഴിക്ക്. ഈ പ്രായത്തിൽ പ്രായപൂർത്തിയായ പയ്യന്മാര് വിശന്നിരിക്കാൻ പാടില്ലെന്നാണ്. നീ വല്ല കഴിച്ചാർന്നോ? ഇല്ലേ? കഴിക്കട കുട്ട, വളരുന്ന പ്രായമല്ലേ. കഴിക്ക് മക്കള് കഴിക്ക്. ഓഹോ അങ്ങനെ. അതെ കാരണവന്മാർക്കൊക്കെ കൊടുത്തിട്ട് വേണം കഴിക്കാനില്ലെങ്കിൽ കൊതി കിട്ടും. എന്റെ ബ്രൗണിയിലെങ്ങനെ കൈ വെക്കുമെങ്കിൽ നിന്നെ ഞാൻ ബ്രൗണി ആക്കും. എന്റെ കപ്പ് കേക്കിന് അതിനകത്തിട്ട് ഉരുട്ടുന്ന്. എന്റെ ക്രീം എന്റെ കപ്പ് കേക്കിന് പോയി. അങ്ങനെ അവിടെ നിന്നും തിരിച്ച് നമ്മൾ വന്നിട്ട് ശ്രീകാര്യത്ത് നിന്നും ചെറുതായിട്ടൊരു റൈറ്റ് എടുത്ത് കയറിയിട്ടുണ്ട് അകത്തോട്ട്. വേറെ എങ്ങോട്ടും അല്ല, എൻ്റെ ഓഫീസ് കൊളീഗ്, ഉറ്റ സുഹൃത്ത് അനുപമയുടെ വീട്ടിലേക്കാണ് ഞാൻ പോകുന്നത്. അങ്ങോട്ടാണ് പോകുന്നത്. അപ്പം മാപ്പൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. കാരണം ഒരുപാട് നാളായി അങ്ങോട്ട് വീട്ടിലോട്ടൊക്കെ പോയിട്ട്. സോ മാപ്പൊക്കെ നോക്കി അങ്ങ് പോവാണ്. അതെ, കേരളത്തിലെ വഴി മറന്നതിന്റെ അല്ല, ഒന്നാമതേ എനിക്ക് അങ്ങോട്ട് പോകാനുള്ള വഴി അറിയത്തില്ലായിരുന്നു. പണ്ടാണെങ്കിലും ആരെങ്കിലും വണ്ടിയുടെ പിറകെ ഇരുന്ന് പോകത്തേ ഉള്ളൂ. വഴി അറിയാവുന്നവർ മുന്നേ പോകുന്നു, നമ്മൾ പിറകെ പോകുന്നു. നമുക്കതല്ലേ അറിയാവൂ. എനിക്ക് എഴുതാനല്ലേ അറിയാവൂ, വായിക്കാൻ അറിയത്തില്ലല്ലോ. മറ്റേ ആ സാധനം. ദുബായിയുടെ റോഡുകൾ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല. ഈ മരപ്പട്ടി ഇന്ന് വീട്ടിൽ എത്തൂല എന്നാണ് തോന്നുന്നത്. തിരിച്ച് വീട്ടിൽ പറഞ്ഞിട്ടാണ് വന്നത് തിരിച്ച് ചെല്ലാന്ന്.
ഞാൻ ഇവനുള്ള 2 ഡോസ് കൊടുത്തിട്ട് വരാം. എന്റെ പാറു ആണേ. പാറു പാറു എന്റെ പാറു എന്റെ പാറു എന്റെ പാറു കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തതിൽ പ്രതിഷേധിച്ച് എന്നെ തല്ലാൻ മാരകായുധങ്ങൾ അന്വേഷിച്ച് പോയ ആ കുരുന്നിനെ നിങ്ങൾ കാണാതിരിക്കരുത്. എന്തോ കാര്യമായിട്ട് തപ്പുന്നുണ്ട് കേട്ടോ. ടൂൾസ് ഒക്കെ മാറ്റി മാറ്റി എടുത്ത് നോക്കണം, ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല എന്ന്. അതെന്തോ ക്രീമോ? ഓ കണ്ടാന്നൊക്കെ കണ്ട് അതെന്തോ അത് എന്തോ കൊണ്ടുവരുവാണ് കയ്യിലെന്തോ ഉണ്ടേ. എന്നെ പേടിപ്പിക്കുക. എന്റെ പാറു ഉമ്മ പാറു മാധു എന്റെ പാറു ആണ്. പാറു മാധു കേൾക്കുന്നില്ല. മാധു ചെയ്യുന്ന അടിപൊളിയില് മാധു പാറു അവളാ ക്രീം. അങ്ങനെ കൂട്ടുകാരുടെ വീട്ടിലെ വിസിറ്റൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും പുറത്തേക്ക് ഇറങ്ങി തിരിച്ച് കൂടണയാനുള്ള യാത്രയാണ്. ഇടയ്ക്കൊരു കൂട്ടുകാരൻ ഒരു മൂവിയൊക്കെ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ അതൊക്കെ ഫ്ലോപ്പായി. അതുകൊണ്ട് പിന്നെ നേരെ പോവാന്ന് വിചാരിക്കുന്നു. ഇനി പോയിട്ട് എന്തെങ്കിലും കഴിക്കണം, അതിനുള്ള പുറപ്പാടാണ്. ഈ നമ്മൾ കാര്യവട്ടത്തേക്ക് തിരിഞ്ഞ് കയറുകയാണ് ഗൈസ്, ശ്രീകാര്യത്ത് നിന്ന്. അതെ, നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ചു വെച്ച് വീഡിയോ എടുക്കാൻ അകത്തോട്ട് വെട്ടമില്ലാത്തതുകൊണ്ടാണ് പുറത്തോട്ട് വീഡിയോ എടുക്കുന്നത്. ഓക്കെ, നിങ്ങൾ കാര്യവട്ടത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും മുണങ്ങാൻ പോകുമ്പം അടുത്ത വീഡിയോ എടുക്കാം. ഓക്കെ, വെയിറ്റ് ചെയ്യണം കേട്ടോ. അല്ലേ ഗൈസ്, തെണ്ടലൊക്കെ കഴിഞ്ഞ് റൂമിലെത്തിയിരിക്കുകയാണ്. കുളിച്ച് ഫ്രഷായി. കുളിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഹെയർ വാഷ് ചെയ്തില്ല, ബോഡി വാഷൊക്കെ ചെയ്തിട്ട് ഡ്രസ്സൊക്കെ മാറ്റി ഇങ്ങനെ ഇരിക്കുകയാണ്. എവിടെയെങ്കിലും കഴിക്കാൻ പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ആ പ്ലാൻ അങ്ങ് ഫ്ലോപ്പായി. എന്തോന്നറിയത്തില്ല, എൻ്റെ മൈൻഡ് അങ്ങ് അപ്സെറ്റായിരുന്നു. പിന്നെ ഞാൻ അങ്ങോട്ടും കഴിക്കാനൊന്നും ഇറങ്ങിയില്ല. നോമ്പൊക്കെ ആയിരുന്നു, നോമ്പ് തുറന്നു, പക്ഷെ വലുതായിട്ടൊന്നും കഴിച്ചൊന്നുമില്ല. പിന്നെ ആകെ ഉണ്ടായിരുന്ന ഒരു ചിക്കൻ പപ്സ്, 1 അല്ല 2 ഉണ്ടായിരുന്നു. ഞാൻ ഒരെണ്ണേ കഴിച്ചുള്ളൂ. അതും കഴിച്ചിട്ട് വെള്ളവും കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. എന്തൊക്കെയോ കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്ത് കഴിക്കണമെന്നൊന്നും അറിയാൻ വയ്യ. ഫുൾ കൺഫ്യൂഷൻ അടിച്ചിരിക്കുവാണ്. മൈൻഡും അപ്സെറ്റാണ്. എന്താണെന്നൊന്നും അറിയത്തില്ല. മേ ബി കുറേ നാളിന് ശേഷം വെയിലൊക്കെ കൊണ്ട് പുറത്തിങ്ങനെ ട്രാവൽ ചെയ്തതിൻ്റെയൊക്കെ ആയിരിക്കാം. എന്തോ ഒരു മൂകതയും മന്ദതയൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. എനിവേ, ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഇപ്പം സമയം ഏറെക്കുറെ ഒരു എത്ര മണിയായെന്ന് ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ. ഒരു മിനിറ്റ്. എത്ര മണിയായി? സമയം ഇപ്പോൾ 10:52. ഓക്കെ, ഏറെക്കുറെ 11 മണി ആയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എത്രയൊക്കെ ഉള്ളൂ. ഞാൻ ഉറങ്ങാൻ പോകുന്നു. ഓക്കെ, ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്, ലവ് യു. സോ ഇനിയും ഇതുപോലത്തെയുള്ള വെറുപ്പിക്കൽസൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണ്. നിങ്ങളിതിലൊക്കെ സന്തുഷ്ടരാണോ അല്ലയോ എന്നൊക്കെ ഉള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം. ഞാൻ എപ്പോഴും എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്തോ അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ചാറ്റിൽ വന്നോക്കെ എന്നോട് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുകയാണെങ്കിൽ എനിക്കും അത് ഒരു സപ്പോർട്ടായിരിക്കും. ലൈക്ക് എനിക്കതൊരു അഡ്വൈസ് ആയിരിക്കും, എന്ത് ചേഞ്ചസ് വരുത്താം, എന്ത് ചെയ്യണം ചെയ്യണ്ട എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചിട്ട്. അപ്പം ഞാൻ ഇപ്പം കുറച്ചൊക്കെ എഫേർട്ട് എടുത്താണ് ഓരോ കണ്ടൻറ് എന്നൊന്നും പറയാനില്ല, എന്നിരുന്നാലും ഓരോ വീഡിയോസ് ചെയ്യുന്നതാണെങ്കിലും അതിപ്പം എഡിറ്റ് ചെയ്ത് അതിനെ ഓർഡറാക്കി പോസ്റ്റ് ചെയ്ത് ഒരു വോയിസ് ഓവറൊക്കെ കൊടുത്ത്, വോയിസ് ഓവർ കൊടുക്കാനുള്ള മടി കൊണ്ടാണ് ഇപ്പം ഓൺ ടൈമിൽ, അതായത് ഒരു വീഡിയോ ഇപ്പം ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ ഞാനിപ്പം ഡയലോഗ് കൂടെ കൊടുത്തങ്ങ് പോകുന്നത്. കാരണം അത് പിന്നീട് ഇരുന്ന് കൊടുക്കുന്നത് ഭയങ്കര മെനക്കെട്ട പരിപാടിയാണ് സത്യമായിട്ടും. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേയൊക്കെ പഴയ വീഡിയോസ് കുറേ നാൾ മുന്നേ ഇതുപോലെ പോസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് എടുത്തു വെച്ച വീഡിയോസൊക്കെയാണ്. ആ സമയത്ത് എനിക്ക് എഡിറ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടാതിരുന്നത് കൊണ്ട് അതിങ്ങനെ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ കിടന്ന് ഫോണിന് ഇപ്പോൾ ഗാലറിയൊക്കെ ഫുള്ളായി, സ്റ്റോറേജ് ഇല്ല. മെയിൽ പോലും വരുന്നില്ല, അത്രയ്ക്ക് സ്റ്റോറേജ് ഫുള്ളായിട്ട് ഇങ്ങനെ ഡംപ്പായിട്ട് കിടക്കുവാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്തിപ്പോൾ പോസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒറിജിനൽ ഫയൽസ് നമുക്ക് ഡിലീറ്റ് ചെയ്യാമല്ലോ. പിന്നീട് ഇപ്പോൾ ആ ഒരു ക്ലിപ്പിങ്സ് ഒക്കെ കാണണമെന്നുണ്ടെങ്കിലും ചാനലിൽ ഉണ്ടാവുമല്ലോ എന്നുള്ളൊരു സാധനം, ആ ഒരു ഇത് വെച്ചിട്ടാണ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഞാൻ ഒരുപാട് ബ്ലാ അടിച്ച് ഈ ഒരു വീഡിയോ നീട്ടുന്നില്ല. എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ സജഷൻസ് ഒക്കെ എനിക്കൊന്ന് പറഞ്ഞു തരാം. ഞാൻ സ്റ്റാർട്ടറാണെന്നോ എൻ്റെ ടച്ചിങ്സോ അങ്ങനെയല്ല. യൂട്യൂബ് ഞാൻ ചാനൽ തുടങ്ങിയിട്ട് കുറേ നാളായി, പക്ഷേ ഞാൻ ആക്റ്റീവ് അല്ലായിരുന്നു. ആ ഒരു സമയത്ത് എനിക്ക് ഇതിൻ്റെ ഈ ഒരു യൂട്യൂബിനെ കുറിച്ചിട്ടുള്ള വലിയ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. എല്ലാവരും ചാനൽ തുടങ്ങി എന്നുള്ളൊരിതിൽ ഞാനും ചാനൽ തുടങ്ങി കോവിഡ് ടൈമിൽ. അതിന് മുന്നേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷേ കോവിഡ് ടൈമിലാണ് 1-2 വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ അതിനുള്ള ഇൻട്രസ്റ്റ് അങ്ങ് പോയി.
ഇപ്പം ആ ഇൻട്രസ്റ്റ് പോയതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോർമലി വന്നിട്ട് ഇപ്പം നമ്മൾ യൂട്യൂബിൽ വലിയ ആക്റ്റീവ് അല്ലാത്ത ഒരാൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയ്ക്ക് ഇത്ര വ്യൂസ് ലൈക്കൊക്കെ കിട്ടാറുള്ളൂ. നമ്മൾ അത്രയും എഫേർട്ട് എടുത്ത് നമ്മൾ ഇട്ടാൽ പോലും അത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ. അതേ സമയത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഈ യൂട്യൂബിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കിനും കുറേ കൂടെ ലൈക്സ്, കാര്യങ്ങൾ, സപ്പോർട്ട് അത് ഇതൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ അന്നേരത്തെ ഒരു ഓളത്തിന്, അന്നത്തെ ആ ഒരു സമയത്തെ ഓളത്തിൽ എന്ത് ചെയ്തു, ഇൻസ്റ്റാഗ്രാമിൻ്റെ ലൈക്കിൻ്റെയും സപ്പോർട്ടിൻ്റെയും പുറകെ അങ്ങ് ഓടി യൂട്യൂബ് അങ്ങ് തഴഞ്ഞു. പിന്നീടാണ് മനസ്സിലായത് അതൊരു ബഗ്ഗായിരുന്നു എന്നുള്ളത്. ലൈക്ക് ഞാൻ ചെയ്ത ഒരു മണ്ടത്തരമായിരുന്നു. അപ്പം ഇൻസ്റ്റഗ്രാമിൽ ഞാൻ കൊടുത്ത ആ ഒരു ഇൻട്രസ്റ്റ്, ഞാൻ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്ത ഒരു ടൈമും എഫേർട്ടും ഒക്കെ അറ്റ് ദ സെയിം ടൈം ഞാൻ യൂട്യൂബിൽ ഇതിപ്പോൾ ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നേനെ. മേ ബി എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബെനഫിറ്റ്സ് ഇപ്പോൾ ഉണ്ടായിരുന്നിട്ടുണ്ടാവാം അങ്ങനെയൊക്കെയുള്ള കുറേ ചിന്തകളൊക്കെ ഈ അടുത്തിടയ്ക്ക് ഇങ്ങനെ മൈൻഡിൽ കൂടെ ഓടിയതിന് ശേഷമാണ് ഇപ്പം ഒന്നര ആഴ്ച ആവുന്നതേ ഉള്ളൂ ഞാൻ വീണ്ടും യൂട്യൂബിൽ ആക്റ്റീവ് ആവാൻ തുടങ്ങിയിട്ട്. കുഴപ്പമില്ല, നിങ്ങളുടെ ഭാഗത്തു നിന്നും നിങ്ങളുടെ പരമാവധി സപ്പോർട്ട് നിങ്ങൾ എനിക്ക് തരുന്നുണ്ട്. ഞാനതിൽ ഭയങ്കരധികം ഹാപ്പിയാണ്. സോ ഇനിയും തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് വേണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നതും ആഗ്രഹിക്കുന്നതും റിക്വസ്റ്റ് ചെയ്യുന്നതും. സോ എനിക്ക് കുറച്ച് സജഷൻസൊക്കെ തരിക. ഓക്കെ, വീഡിയോസിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ എന്നോടൊന്ന് ഓപ്പണായിട്ട് ഷെയർ ചെയ്യുക. ഞാൻ അതിന് വന്നിട്ട് നിങ്ങളോട് വഴക്കുണ്ടാക്കാനോ അല്ലെങ്കിൽ മറ്റേ ജാട ഇറക്കാനോ ഷോ ഇറക്കാനോ ഒന്നിനും പോകുന്നില്ല. കാണാൻ എനിക്ക് അങ്ങനത്തെ ഉള്ള മൂശാട്ട ലുക്കൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. ഞാൻ സത്യത്തിൽ പാവം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളൊന്ന് പറഞ്ഞു തരുവാണെന്നുണ്ടെങ്കിൽ എനിക്കതൊക്കെ ഇനി ചെയ്യുന്ന വീഡിയോസിൽ അതിലൊക്കെ മാറ്റങ്ങൾ വരുത്തി കൂടുതൽ നിങ്ങൾക്കൊരു എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാക്കുന്ന രീതിയിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ടുള്ള രീതിയിലേക്കോ എങ്ങനെയെങ്കിലുമൊക്കെ അതിനെ എനിക്ക് മാറ്റി തിരുത്താൻ പറ്റും. ഓക്കെ, സോ ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ വാല്യുബിൾ റിപ്ലൈസ്. ഓക്കെ, ഇനി ഞാൻ കൂടുതൽ ബ്ലാ അടിക്കുന്നില്ല. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട് ടിൽ നൗ. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ, ലവ് യു, so this is signing out.